ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ചന്ദ്രകാന്തക്കാര് നാളെ അച്ചുവിനെ കാണാനായി പോവുകയാണെന്ന് ബാട്ടിലെ എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. എല്ലാവരും തന്നെ ഒരുപോലെ അച്ചുവിന് ഇതെന്തൊരു മാറ്റമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അർച്ചന പറയുന്നുണ്ട് അവന് ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കാരണം അവനെ വളർത്തിയത് ഈ ഞാനാണ്, അതുകൊണ്ട് അവൻ മാറിയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ അർച്ചന അങ്ങനെ കരഞ്ഞ സങ്കടത്തോടെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് മുകുന്ദൻ പറയുന്നുണ്ട്, എത്രയൊക്കെ വേദനയുണ്ടെങ്കിലും ചേച്ചി അച്ചുവിനെ ശപിക്കരുത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എൻ്റെ കുട്ടിയെ ഞാൻ ശപിക്കാനോ ഒരിക്കലും ഞാനത് ചെയ്യില്ല, അതിന് എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ കരഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വിജയ് ശങ്കർ ഓഫീസിൽ നിന്നും വരുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ വിജയ് ശങ്കറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയ് ശങ്കറിനെ കാണുന്നതും ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വിജയേട്ടൻ വന്നല്ലോ, ആകെ ദേഷ്യത്തിലാണല്ലോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അവൾ എവിടെ രുക്കു, അവൾ അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ഉണ്ടെന്ന് പറയുകയാണ്. വിജയ് ശങ്കർ എന്നിട്ട് രുക്കുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിമലയും രുക്കുവും കൂടി വരികയാണ്. വിജയ് ശങ്കർ എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നീയും അച്ചുവും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? നീ കള്ളം പറയരുത്, എന്നോട് സത്യം പറയണം, എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താണ് വിജയേട്ട പ്രശ്നമെന്ന്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നാളെ അച്ചുവിനെ കാണാൻ പോകുന്ന യാത്ര ഞാൻ ക്യാൻസൽ ചെയ്തു എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ എല്ലാവരും തന്നെ ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. വിലപ്പ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അത് ക്യാൻസൽ ചെയ്തതെന്ന്. വിജയ് ശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, ഫാമിലി മീറ്റിന് വേണ്ടിയിട്ടല്ലേ അങ്ങോട്ട് പോവാനിരുന്നത്, പക്ഷേ ആ ഫാമിലി മീറ്റ് അച്ചുവായിട്ട് തന്നെ ക്യാൻസൽ ചെയ്തു, പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ഇത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് രുക്കു എന്നിട്ട് പറയുന്നുണ്ട്, അച്ചു അങ്ങനെ ചെയ്തോ, അങ്ങനെ വരാൻ ഒരു ചാൻസുമില്ല, ഞാനിത് വിശ്വസിക്കില്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ രുക്കു അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, കാരണമെന്നൊന്നും എനിക്കറിയില്ല, അത് അച്ചുവിനോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇന്ന് വൈകിട്ട് മെയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്, പെർമിഷൻ ക്യാൻസലായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നും ആരും അങ്ങോട്ടേക്ക് പോവണ്ട, ഇപ്പോൾ അച്ചു നമ്മളെ കളിയാക്കിയതുപോലെയാണ്, അച്ചു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ ആരാണെന്നും എന്താണെന്നും നീ അവനോട് തന്നെ ചോദിച്ചറിയണം രുക്കു എന്നും പറഞ്ഞ് വിജയ് ശങ്കർ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ്. രുക്കു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞങ്ങനെ നിൽക്കുകയാണ്. രുക്കു എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, അച്ചു നമ്മളെ ചതിച്ചല്ലോ ചേച്ചി, അവൻ ഇങ്ങനെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, അച്ചു ഇങ്ങനെയെല്ലാം ചെയ്തതിനു പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് കാരണം, നമ്മൾ ഫാമിലി മീറ്റിന് പോവാതിരിക്കാൻ വേണ്ടി അർച്ചന ചെയ്തതായിരിക്കും ഇതെല്ലാം, ഇതിനു പിന്നിൽ അവൾ തന്നെയാണെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, കാര്യം അറിയാതെ സംസാരിക്കില്ലേ ചേച്ചി, ഇതിനു പിന്നിൽ അർച്ചനേച്ചിയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ്, അതിന് തെളിവൊന്നുമില്ലല്ലോ, കാരണമില്ലാതെ ഒരാളെ സംശയിക്കരുത്, കാരണം എന്താണെന്ന് രുക്കു തന്നെ അച്ചുവിനോട് ചോദിച്ച് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിമല അകത്തേക്ക് പോവുകയാണ്. രുക്കുവിന്റെ കരച്ചിൽ കണ്ട് ചന്ദ്ര ആശ്വസിപ്പിക്കുന്നുണ്ട്, രുക്കു നീ കരയാതെ, അണക്കേട് സഹിക്കാനാവാതെ കരയേണ്ടത് ഞാനാണ്, അർച്ചനയോട് ഞാൻ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് പറഞ്ഞത്, നാളെ പോവാതിരുന്നാൽ അത് ആകെ ഷെയിമാവല്ലോ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അച്ഛനേച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടില്ലല്ലോ ചേച്ചി എന്നങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നാളെ എങ്ങനെയെങ്കിലും ഫാമിലി മീറ്റിന് പോകാനുള്ള സാഹചര്യം നീ നോക്കണം, വിളിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഫാമിലി മീറ്റിന് നമ്മൾ പോവാനുള്ള സമ്മതം നീ വാങ്ങിക്കണം, നീയൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ മതി, അവൻ അതിൽ വീണോളും, എന്തായാലും അവൻ വിളിക്കുമ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രയും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് രുക്കു അങ്ങനെ സങ്കടപ്പെട്ട് റൂമിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ചുവിന്റെ കോള് വരുന്നത്. അപ്പൊ തന്നെ രുക്കു ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്, അച്ചു നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയെല്ലാം ചെയ്തത്, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ചതിച്ചത്, ഇത്രയും വലിയൊരു ചതി നിന്നിൽ നിന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ടോ, അപ്പോൾ മെയിൽ അവിടെ എത്തിയോ, ഇതിൽ എന്ത് ചതിയാണുള്ളത്, ഫാമിലി മീറ്റ് ക്യാൻസൽ ചെയ്തതാണോ ഇത്ര വലിയ ചതി, ഫാമിലി മീറ്റ് അല്ലേ ഞാൻ ക്യാൻസൽ ചെയ്തുള്ളൂ, നിന്നെ ഞാൻ ഡിവോഴ്സ് ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇത്ര ഇമോഷണൽ ആയിട്ട് ഈ പ്രശ്നത്തെ കാണുന്നതെന്ന് അച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നാളെ നിന്നെ കാണാനായി ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വരാൻ നിന്നതാണ്, അവസാനം പെർമിഷൻ അയച്ചു തന്നിട്ടാണോ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത്, ഈ പെർമിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ നാണക്കേടില്ലായിരുന്നോ, ഞങ്ങളെ ആരും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇങ്ങനെയെല്ലാം ചെയ്തത്,
അച്ചു നിനക്ക് എന്നെപ്പോലും കാണാൻ ആഗ്രഹമില്ലാലേ? ഓരോ നിമിഷവും നിന്നെ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. എന്നിട്ട് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്നെ പോലും കാണണ്ടാന്ന് നീ തീരുമാനിച്ചല്ലോ. ഇതാണോ ഭാര്യയ്ക്ക് നീ തരുന്ന സ്ഥാനം എന്നങ്ങനെ രുക്കു ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എനിക്ക് ഫാമിലി മീറ്റിന് ഒരു താല്പര്യവുമില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. നാട്ടിലേക്ക് വരണോ എന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നതെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അച്ചു നിനക്ക് എന്താണ് പറ്റിയത്? നീ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന് അങ്ങനെ രുക്കു ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാനിപ്പോൾ എല്ലാം മറക്കാനായി ശ്രമിക്കുകയാണ് എന്നങ്ങനെ അച്ചു പറയുമ്പോൾ രുക്കു മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൻ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു നീ എന്നെ മറക്കാൻ ശ്രമിക്കുകയാണോ? നീ എന്നെ മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ സാധിക്കില്ല. എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് നിന്ന എന്നെ നിനക്കിപ്പോൾ വേണ്ടാതായല്ലേ? ഞങ്ങളെ കാണണ്ട എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളുണ്ട്. പിന്നെ നീ അവോയ്ഡ് ചെയ്താൽ ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് നിനക്ക് നല്ലോണം അറിയാലോ എന്നങ്ങനെ രുക്കു ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് അച്ചുവിനോട്. ഇതെല്ലാം കേട്ട് അച്ചു പറയുന്നുണ്ട്, നിന്റെ ആത്മഹത്യാ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, അതൊന്നും ഇനി എൻ്റെ അടുത്ത് വില പോവില്ല എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇനി ഞാൻ പേടിക്കില്ല, ഞാൻ ഇനി എൻ്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല, എന്നെ കാണാൻ ആരും തന്നെ വരണ്ട എന്ന് പറഞ്ഞ് അച്ചു ഫോൺ കട്ട് ചെയ്യുകയാണ്. രുക്കുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഫോൺ കട്ടായതും രുക്കു വേഗം തന്നെ ചന്ദ്രയോട് പോയി എല്ലാം തന്നെ പറയുകയാണ്. ഇത് കേട്ട് ചന്ദ്രയ്ക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഇങ്ങനെയെല്ലാം പറഞ്ഞോ? അച്ചു നന്ദി കെട്ടവനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? അവനെ നമുക്ക് വരച്ച വരയിൽ നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവില്ലേ? അവൻ നിന്നെ ഇപ്പൊ വിളിച്ചു വെച്ചതല്ലേ ഉള്ളൂ, ഫോൺ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും, നീ ഒന്നുകൂടി അവനെ വിളിക്കിയെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അപ്പൊ പറയുന്നുണ്ട്, വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ചേച്ചി, അവന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവനെ വിളിക്ക്, ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ രുക്കു അച്ചുവിനെ വിളിച്ച് ഫോണ് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ചന്ദ്ര എന്നിട്ട് അച്ചുവിനോട് സംസാരിക്കുന്നുണ്ട്, അച്ചു ഇത് ഞാനാണ് ചന്ദ്രേച്ചി, നിന്നെ കാണാനായിട്ട് പ്രതീക്ഷയോടാണെന്നറിയോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനായി നിന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് പെർമിഷൻ ക്യാൻസൽ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ട എന്ന് നീ എന്തിനാണ് അങ്ങനെ തീരുമാനിച്ചത്? നാളെ പറ്റില്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു ദിവസം അങ്ങോട്ടേക്ക് വരാം എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇങ്ങോട്ടേക്ക് ആരും എന്നെ കാണാനായി വരണ്ട, എനിക്കതിന് താല്പര്യമില്ല. എല്ലാം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്കല്ലേ വരുന്നത്, അപ്പൊ നമുക്ക് കാണാമെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. എന്ന് പോകുമ്പോൾ നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി? എന്താണ് പെട്ടെന്ന് നിനക്കൊരു മാറ്റം? ഞങ്ങളെ ആരും കാണരുതെന്ന് നിന്റെ ചേച്ചി വിളിച്ചു പറഞ്ഞോ? അപ്പോൾ നീ ഞങ്ങളെ കളിയാക്കിയതുപോലെ ആയല്ലോ. അവസാന നിമിഷം നീ ഇങ്ങനെ ഒരു തീരുമാനം മാറ്റണമെങ്കിൽ ഇതിന് പിന്നിലെല്ലാം നിന്റെ ചേച്ചി തന്നെയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ലെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അച്ചു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ ചേച്ചിയുടെ കാര്യം വിട്, എന്നെ കാണാൻ ഞാൻ അവർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല. ചന്ദ്രകാന്തക്കാരുടെ അധികാരം നിങ്ങൾ എൻ്റെ മേലെ കാണിക്കണ്ട. ജീവിക്കാൻ പഠിച്ച എന്നെ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ട. ഇങ്ങോട്ടേക്ക് ആരും വരണ്ട, എനിക്ക് ആരെയും കാണും വേണ്ട എന്നും പറഞ്ഞങ്ങനെ അച്ചു ഫോണ് കട്ട് ചെയ്യുകയാണ്. രുക്കുന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അച്ചു എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നാളെ നമ്മൾ ഫാമിലി മീറ്റിന് പോകുന്നില്ല എന്നുള്ള കാര്യം ആരും തന്നെ അറിയണ്ട. പ്രത്യേകിച്ച് അർച്ചനയും അമ്പാട്ടുകാരും മഞ്ജു എങ്ങാനും വിളിക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമ്പിൽ പോയെന്നും അച്ചുവിനെ കണ്ടു എന്നും മാത്രം പറഞ്ഞാൽ മതി. നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അതുമാത്രമേ വഴിയുള്ളൂ എന്ന് ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് പറയാണ്. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ അർച്ചന ഓഫീസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് വിമലയെ വഴിയിൽ വെച്ച് കാണുന്നത്. പിന്നീട് അവർ രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അർച്ചന അപ്പോൾ വിമലയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രകാന്തത്തിലെ എല്ലാവരും അച്ചുവിനെ കാണാനായി പോയോ? എന്തൊക്കെയാണ് അച്ചുവിന്റെ വിശേഷങ്ങൾ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. വിമലയ്ക്കാണെങ്കിൽ എല്ലാം പറയാൻ ഒരു മടിയുണ്ടെങ്കിലും അർച്ചനയുടെ ചോദ്യങ്ങൾ കേട്ട് വിമല ഒടുവിൽ പറയുന്നുണ്ട്, അച്ചുവിനെ കാണാൻ അവിടെ നിന്നും ആരും തന്നെ പോയില്ല. അച്ചു ആ പെർമിഷൻ ക്യാൻസൽ ചെയ്തു. എന്തിനാണ് അച്ചു അങ്ങനെ ചെയ്തതെന്ന് ആർക്കും തന്നെ ഒരു പിടിയുമില്ല. അച്ചുവിനെന്തോ മനപ്രയാസമുണ്ട് അർച്ചനേച്ചി, എന്നെ കാണാൻ ആരും വരണ്ട എന്നാണ് അവൻ പറഞ്ഞത്. ചന്ദ്രേച്ചിയോടും രുക്കുവിനോടൊക്കെ അവൻ വിളിച്ച് ദേഷ്യപ്പെട്ടിരുന്നു. അച്ചു SA ആയിട്ട് ഈ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ചൊൽപ്പടിയിൽ നിർത്താമെന്നായിരുന്നു അവരെല്ലാം മനസ്സിൽ കരുതിയത്. പക്ഷേ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. അച്ചുവിന്റെ ഈ തീരുമാനത്തോടെ അവരുടെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടുണ്ട് എന്ന് വിമല പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, അച്ചുവും രുക്കുവും തമ്മിൽ എന്തെങ്കിലും പിണക്കുണ്ടോ? അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. വിമല ഇപ്പൊ പറയുന്നുണ്ട്, അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ചന്ദ്രകാന്തത്തിലുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ അച്ചുവിന് എന്തോ ഒരു പ്രയാസമുണ്ട്. അച്ചു ചന്ദ്രകാന്തത്തിൽ വന്നപ്പോൾ മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നതാണ്.
അച്ചു എന്തായാലും തന്നെ അമ്പാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. ചന്ദ്രകാന്തത്തിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കാനൊന്നും അവനെ കൊണ്ടാവില്ല അർച്ചനേച്ചി. കാര്യം ഞാനാണ് പറഞ്ഞതെന്ന് ആരും തന്നെ അറിയരുത്. സത്യേട്ടനെങ്കിലും അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം പ്രശ്നത്തിലാവും. ചേച്ചി എന്തായാലും വിഷമിക്കാതിരിക്കുകയെന്ന് വിമൽ അങ്ങനെ അർച്ചനയോട് പറയാണ്. അതിനുശേഷം അമ്മയെ കണ്ട് തിരിച്ചെത്തിയതിനു ശേഷം രാത്രിയിൽ ജെ.കെ അങ്ങനെ സാമുവൽ സാറിനെ കാണുകയാണ്. സാമുവൽ സാർ അപ്പം തന്നെ ജെ.കെയുടെ കയ്യിലേക്ക് വീടിന്റെ താക്കോല് കൈമാറുന്നുണ്ട്. പിന്നീട് താക്കോല് വാങ്ങാനായി ആ വീട്ടിലേക്ക് പോയപ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം ജെ.കെയോട് തുറന്നു പറയാണ് സാമുവൽ സാർ. പിന്നീട് സാമുവൽ സാർ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നോക്കിയിട്ട് അമ്മയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് എൻ്റെ ആഗ്രഹമെന്ന് ജെ.കെ അങ്ങനെ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വാടക വീടിനെ കുറിച്ച് സംസാരിച്ചതിനു ശേഷം സാമുവൽ സാർ അവിടെ നിന്നും പോകുന്നുണ്ട്. ജെ.കെ ആണെങ്കിൽ അപ്പൊ തന്നെ ചിന്നുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണ് സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അർച്ചന എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ഫോൺ സൈലന്റ് ആണല്ലോ, സൈലന്റ് ആക്കി വെച്ചാൽ ആരെങ്കിലും വിളിച്ചാൽ എങ്ങനെ അറിയാനാണെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആയാലും പിന്നീട് വിളിച്ചോളും അമ്മേ, ഈ പ്രൊജക്റ്റ് നാളെ എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നങ്ങനെ ചിന്നു പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർച്ചന ഇപ്പോൾ ചിന്നുവിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ജെ.കെയാണ് വിളിക്കുന്നതെന്നറിഞ്ഞ അർച്ചന ചിന്നുവിനോട് പറയുന്നുണ്ട്, നിന്റെ ജെ.കെ അങ്കിൾ ആണല്ലോ വിളിക്കുന്നത്, ഫോൺ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അമ്മേ, എന്നിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അർച്ചന ജെ.കെയുടെ ഫോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.